ഞാൻ രൂപ മേനോൻ. ഞാനിവിടെ ഫ്രാൻസ് കായം ഉപയോഗിച്ച് ഒരു നുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് മുതലേ മലയാളികളുടെ രുചിക്കൂട്ടിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നതാണ് കായം. കായത്തിന്റെ രുചി എല്ലാവരും അനുഭവിച്ചതും കണ്ടതുമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേക രുചിയും സ്മെല്ലും കൂടാതെ ക്വാളിറ്റിയും ഫ്രാൻസ് കായത്തിന് ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ ചായക്ക് സ്നാക്സായി പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന നുറുക്കാണ്. ഇത് ബെർണിയാഡ് മില്ലറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ബെർണിയാഡ് മില്ലറ്റിന്റെ പൊടി, ഉഴുന്ന്, ജീരകം, എള്ള്, മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, മുളകും പൊടി, ഉപ്പ്, നെയ്യ്. ഉഴുന്ന് വറുക്കാണ്, ഇളം ചുവപ്പ് നിറമായി വാങ്ങി വെക്കുകയാണ്. ബെർണിയാഡ് മില്ലറ്റ് 1/2 കപ്പ്, ഉഴുന്ന് വറുത്ത് പൊടിച്ചത് 1 കപ്പ്, ഇതിലേക്ക് എള്ള്, ഒരു നുള്ളു ജീരകം, പാകത്തിന് ഉപ്പ്, ഫ്രാൻസ് കായപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ഇട്ടിരിക്കുന്നു കേട്ടോ. മുളക് പൊടി ഒരു 1/4 ടീസ്പൂണ് മതി, വേണമെങ്കിൽ ചേർത്താൽ മതി. മിക്സ് ആക്കിയിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇനി നുറുക്ക് ഉണ്ടാക്കാം. നെയ്യും കൂടിയാണ് ഉണ്ടാക്കുന്നത്. മാവ് ചെരവനാഴിയിലിട്ടിട്ട് കുഴച്ച മാവ് നിറയ്ക്കുക. ഇത് ഉപ്പായിരിക്കണു, അങ്ങോട്ട് കോരിയിടാണ്. ഫ്രാൻസ് കായം കൊണ്ട് ഉണ്ടാക്കിയ മില്ലറ്റ് നുറുക്ക് തയ്യാറായി. ഫ്രാൻസ് കായം കൊണ്ട് മില്ലറ്റ് നുറുക്ക് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വാദ് അനുഭവപ്പെട്ടു. നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നു, തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഫ്രാൻസ് കായത്തെപ്പറ്റി ആരോടും അനുകൂലമായി സംസാരിക്കാവുന്നതാണ്. താങ്ക് യു.